ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഫെബ്രുവരി 20 നടന്നിട്ടുണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലുള്ള ഒരു പരീക്ഷയുണ്ടായിരുന്നു. 70/2024 എന്നുള്ളതായിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ. അതിൻ്റെ ഫൈനൽ കീ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കുറച്ചൊരു തിരക്കായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആ പ്രൊവിഷണൽ കീ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫൈനൽ കീ നോക്കാം. അതിൽ എത്രത്തോളം ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ദെൻ ആൻസർ കീ മാറിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഫൈനൽ കീ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 23/2025, കാറ്റഗറി നമ്പർ 70/2024, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതിൽ 24ാമത്തെ ക്വസ്റ്റ്യൻ നിലവിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കണ്ടോ. ദെൻ 42ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷം 69C ആണ് പുതിയ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ആദ്യം അത് എ ആയിരുന്നു. ദെൻ 87 ഓപ്ഷൻ ബി ആയിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം അത് എ ആയിരുന്നു. നമുക്ക് നോക്കിയാലോ, ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. 24ാമത്തെ ചോദ്യം നോക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനത് കാണിച്ചു തരാം എന്തുകൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്ത് നോക്കാം. വെൻ ദി ലോഡ് ഓൺ എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ്, ദി കോർ ലോസ് ഇൻ ദി ട്രാൻസ്ഫോമർ വിൽ ബി. ഓക്കെ, ലോഡ് നോ ലോഡിൽ നിന്നും ഫുൾ ലോഡിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കോർ ലോസ് എന്ത് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, സോ സ്ലൈറ്റ്ലി റിഡ്യൂസ് എന്നായിരുന്നു ആദ്യം ഇതിൻ്റെ ഒരു ആൻസർ ഉണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അടുത്തത് 42 ആണ്. 42 എന്ന് പറയുമ്പോൾ ചോദ്യം ആൾട്ടർനേറ്റർ ഈസ് റേറ്റഡ് ആസ് 150 MVA 11 kV, then reactance 1.2 per unit. What will be the per unit reactance at 250 MVA and 13.2 kV? MVAയും എന്താണ് വോൾട്ടേജും ചേഞ്ച് ചെയ്തു. അപ്പം റിയാക്റ്റൻസിലുള്ള ചേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് 2.08 പെർ യൂണിറ്റ് എന്നായിരുന്നു ആദ്യം ആൻസറിൽ ഉണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടു കേട്ടോ. സോ കംപ്ലീറ്റ്ലി ഡിലീറ്റഡ്. അങ്ങനെ 2 ചോദ്യങ്ങൾ മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ദെൻ ആൻസർ കീ ചേഞ്ച് ആയത് നോക്കിയാലോ, 69ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കീ നിലവിൽ മാറിയിട്ടുണ്ട്. ദി എഫക്റ്റീവ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് ആൻ ഐഡിയൽ ഓപ്പ്-ആമ്പ് വിൽ ബി മെഷേർഡ് ഡയറക്ട്ലി അറ്റ് ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ ആൻസർ 0 എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ അതിൻ്റെ ആൻസർ ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. ദെൻ 87ാമത്തെ ചോദ്യവും ഇതേപോലെ ആൻസർ കീ മാറിയിട്ടുണ്ട്. 87ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യം അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എ ആയിരുന്നു. ഫോർ എ സിഗ്നൽ എക്സ് ഓഫ് ടി is equal to cos 2t plus sin 4t cos 4t if x e of t and x 0t represent the odd and even. അപ്പോൾ അത് ഓഡ് ആകുമ്പോൾ എക്സ് ഓഫ് ടി ആണല്ലേ. അവിടെ ദെൻ എക്സ് ഇ ഓഫ് ടി ആൻഡ് എക്സ് ഒ ഓഫ് ടി വിൽ ബി. ഓക്കെ, ഇതിൻ്റെ ആദ്യം കൊടുത്ത ഓപ്ഷൻ എ ആയിരുന്നു. ഇപ്പോൾ നിലവിലത് മാറിയിട്ട് ഓപ്ഷൻ ബി എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 2 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു, 2 ചോദ്യങ്ങൾ ആൻസർ കീ മാറി. വലിയൊരു മാറ്റം ഇല്ല അല്ലേ. ഇപ്പോൾ ഈയിടെയായിട്ട് നടന്നു വരുന്ന മിക്കവാറും പരീക്ഷകളിൽ 6ഉം 8ഉം ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടറൊക്കെ ആണെങ്കിൽ 10 ചോദ്യങ്ങളൊക്കെയാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഡിലീഷൻസ് വളരെയധികം കുറവായിട്ടുണ്ട്. അത് നല്ലതാണ്. പൊതുവെ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഡിലീഷൻസ് പരമാവധി കുറയുന്നതാണ് നല്ലത്. അപ്പോൾ ഈ രീതിയിൽ ആൻസർ കീ മാറിയിട്ടുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി മറ്റു വീഡിയോയിൽ കാണാം. താങ്ക്